നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള കേഡറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലെ? അപേക്ഷ അയച്ചാൽ മാത്രം പോരാ, നല്ല രീതിയിൽ തന്നെ പഠിക്കുകയും ഇത്തവണ നമ്മളത് ക്രാക്ക് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ഈ കേഡറ്റ് അപേക്ഷ അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ജനറൽ കേഡറ്റ് അപേക്ഷ അയക്കുന്ന പോലെ അല്ല അല്ലെ, കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായിട്ടും ഇൻഫർമേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ടും എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, കേഡറ്റ് പരീക്ഷയ്ക്ക് ഇനി അപേക്ഷിക്കാനിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയുന്നതിന് മുമ്പ് നമ്മുടെ കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ, സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകളും ജനറൽ കേഡറ്റിന്റെ ബാച്ചുകളും എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. കഴിഞ്ഞ 10 കേഡറ്റിലായി 7000 പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടുകൂടി കഴിഞ്ഞ സ്പെഷ്യൽ കേഡറ്റിൽ എയിം സ്റ്റഡി സെന്ററിന് 100% വിജയമാണ്. അതായത് എയിംസിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ അധ്യാപകരും സർവീസ് കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയോടുകൂടെ തന്നെ നിങ്ങൾക്കുള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് കേഡറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് റെക്കോർഡഡ് വീഡിയോസും ലൈവും PDF നോട്ടുകളും മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻസും ഫോക്കസ് ഏരിയകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രീവിയസ് ഡിസ്കഷൻസും എല്ലാം വരുന്ന 5000-ലധികം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഒക്കെ വരുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഓഫറോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 94465370 നമ്പർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ അപേക്ഷ അയക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പോലെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പരീക്ഷാ ഭവന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. കേഡറ്റ് ഫെബ്രുവരി 2026 നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ആണ് അടുത്ത് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ രജിസ്ട്രേഷൻ എന്നുള്ളത് എടുക്കുന്നു. രജിസ്ട്രേഷൻ എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് 26-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഫൈനൽ പ്രിന്റ് ഔട്ട് 13-ാം തീയതിയാണ് എടുക്കാനായിട്ട് സാധിക്കുക. എക്സാമിന്റെ ഡേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് അറിയിക്കുന്നതാണ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് എടുക്കേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യല്ലേ, അപ്പൊ അതിന് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുക്കുന്നു. ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഐ ഹാവ് റീഡ് ദ നോട്ടിഫിക്കേഷൻ തറലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നു. ദെൻ നമ്മളുടെ ഫോട്ടോഗ്രാഫിന്റെ, നമ്മുടെ ഫോട്ടോന്റെ ഒരു സോഫ്റ്റ് കോപ്പി കയ്യിൽ ഉണ്ടായിരിക്കണം. 150x200 പിക്സൽ സൈസ് വരണം. അതായത് 20 മുതൽ 30 KB വരെ മാത്രമാണ് സൈസ് അലൗഡ് ആയിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ. ഓക്കെ, എന്നിട്ട് വെദർ എംപ്ലോയ്ഡ് ആസ് എ ടീച്ചർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോൺ ടീച്ചിങ് അധ്യാപകരോ അനധ്യാപകരോ ബൈ ട്രാൻസ്ഫർ മുഖേനയുള്ള ആളുകൾക്കോ മാത്രമാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ എസ് എന്നുള്ളതുണ്ട്. സ്കൂൾ ടൈപ്പ് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഗവൺമെന്റ് സ്കൂൾ ആണോ എയ്ഡഡ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ നമ്മുടെ പെൻ നമ്പർ അവിടെ നൽകേണ്ടതാണ്. ഓക്കെ, പെൻ നമ്പർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു 6 ഡിജിറ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ നൽകേണ്ടത് ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ്, അതായത് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ച വർഷം. ഓക്കെ, അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. നമ്മുടെ സ്കൂളിന്റെ പേര് അടിച്ചു കൊടുക്കുക. അതേപോലെ സ്കൂളിന്റെ കോഡ് അടിച്ചു കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്, അല്ലാതെ ഇതൊന്നും ശരിയാ ട്രൂ ആയിട്ടുള്ള ഇതല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ഏതാണ് എന്നുകൂടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാറ്റഗറി ഏതാണോ അത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറി ഏതാണ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നു. ദെൻ നമ്മളിപ്പോൾ 2 കാറ്റഗറിക്ക് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരൊറ്റ അപ്ലിക്കേഷൻ ആണ് വരിക കേട്ടോ. ദെൻ മീഡിയം ഓഫ് ദി എക്സാമിനേഷൻ കാറ്റഗറി 1 ചൂസ്, ഓരോന്നും കാണിച്ചു തരാവേ. ഓക്കെ, മീഡിയം ഓഫ് ദി എക്സാമിനേഷൻ ചൂസ് ചെയ്യുന്നു. കാറ്റഗറി 1 ആണെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളും മലയാളത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അത് ചൂസ് ചെയ്യുന്നു. അതിൽ നമുക്ക് 2 ലാംഗ്വേജ് ആണ് കാറ്റഗറി 1 നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഒന്ന് ഇംഗ്ലീഷ് ആണ് എന്നുണ്ടെങ്കിൽ മറ്റേത് മലയാളമാണ് സാധാരണ എല്ലാവരും ചൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് ലാംഗ്വേജ് 1-ന് മലയാളം, തമിഴ്, കന്നഡ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാച്ചാൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ലാംഗ്വേജ് 2, അതായത് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് പാർട്ട് 3 എന്ന് പറയുന്നതിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്, അതിൽ മലയാളം സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യുക. ദെൻ മിനിമം ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് +2ന്റെ രജിസ്റ്റർ നമ്പർ,
ദെൻ നമ്മൾ യൂണിവേഴ്സിറ്റി +2 ഏതായിരുന്നു യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് വരുന്നത്. അവിടെ അടിച്ചു കൊടുത്തു. ദെൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്. ഓക്കെ, ദെൻ ഇയർ ഓഫ് പാസിംഗ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വരും. ഓക്കെ, അതിൽ പാസ് ചെയ്ത് കൊടുത്തു. നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ വർഷം നോക്കിയിട്ടായിരിക്കും പെർസെൻറ്റേജിന്റെ സ്കോർ വരിക കേട്ടോ. ദെൻ TTC, DEd, DLEd നമ്മൾ എവിടെയാണ് സ്കോർ ചെയ്തത്, അതിന്റെ രജിസ്റ്റർ നമ്പർ, അതിന്റെ യൂണിവേഴ്സിറ്റി ബോർഡ് ഏതാണ്, സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പാസിംഗ് ഡേറ്റ് എഴുതുന്നു. ദെൻ അടുത്തിപ്പോൾ കാറ്റഗറി 2 അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ആയിരിക്കും വരിക. കാറ്റഗറി 2 ചെയ്യുന്ന സമയത്തും നമുക്ക് 2 ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷനും അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതിൽ സീരിയൽ നമ്പർ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം ക്വാളിഫിക്കേഷൻ അതിൽ ഗ്രാജുവേഷൻ എന്ന് കൊടുക്കുന്നുണ്ട്, ഹയർ സെക്കൻഡറി സീനിയർ എന്ന് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബിടെക് ഗ്രാജുവേറ്റ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാജുവേഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷൻ പ്രകാരം BA, BSc, BCom രജിസ്റ്റർ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഇയർ ഓഫ് പാസിംഗ്. കാറ്റഗറി 3 അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഓക്കെ, കാറ്റഗറി 2 നമുക്ക് 2 ലാംഗ്വേജ് ആണ്, ഒന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ ഒന്ന് മലയാളം എന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാറ്റഗറി 3 പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്, എങ്കിലും ഒരുപാട് പേര് തെറ്റിക്കുന്ന കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് 1 ഫോർ കാറ്റഗറി 3 എന്ന് പറയുന്നത് നമുക്ക് ലാംഗ്വേജ് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്ക് സൈക്കോളജി 40 മാർക്കിന് 30 മാർക്കിന് ലാംഗ്വേജ്, ബാക്കി 80 മാർക്കിന് നമ്മുടെ കോർ സബ്ജക്ട്. അങ്ങനെയാണ് കാറ്റഗറി 3 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണ് 30 മാർക്കിന് എഴുതുക. ഈ ലാംഗ്വേജ് ഏതാണ് എന്നുള്ളതാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് 1 എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ചോദ്യ പേപ്പർ ഏതിലാണ് എന്നുള്ളതല്ല. ചോദ്യ പേപ്പർ കാറ്റഗറി 3 ഇംഗ്ലീഷിൽ മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ, അത് മറന്നു പോകരുത്. അപ്പൊ ഞാൻ ഇവിടെ മലയാളമാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മലയാളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഓപ്ഷണൽ സബ്ജക്ട് ഫോർ കാറ്റഗറി 3 എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് ഏതാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫിസിക്കൽ സയൻസ് ഉണ്ട്, നാച്ചുറൽ സയൻസ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മാത്സ് ഉണ്ട്, അങ്ങനെ നമ്മൾ ഓപ്ഷണൽ സബ്ജക്ട് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കും, യു സെലക്ടഡ് സബ്ജക്ട് ഫോർ HSA ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് ചോദിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ അടിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ BEd വിത്ത് ഫിസിക്കൽ സയൻസ് ഉള്ളവർക്കാണ് ഫിസിക്കൽ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെ, അത് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റി ഏതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ MG ആണോ അത് അടിച്ചു കൊടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് സെലക്ടഡ് ആസ് ദ എക്സാം സെന്റർ. എക്സാം സെന്റർ ആയി നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടെയാണോ പരീക്ഷാ കേന്ദ്രം വേണ്ടത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ പാലക്കാടാണ് എന്നുണ്ടെങ്കിൽ ആ പാലക്കാട് ജില്ലയിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പാലക്കാട് DE ഓഫീസിന് കീഴിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒരു സെന്ററിലായിരിക്കും എനിക്ക് സെന്റർ കിട്ടുക. ഓക്കെ ആണ്. ദെൻ നമ്മുടെ കാൻഡിഡേറ്റിന്റെ പേര്, അതായത് എന്റെ പേര് അടിച്ചു കൊടുക്കുക. ദെൻ നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഡേറ്റ് ഓഫ് ബർത്ത്, ഗാർഡിയന്റെ പേര്, കാറ്റഗറി, ഓക്കെ, റിലീജിയൻ, കാസ്റ്റ് ഇതിലൊന്നും തെറ്റിക്കരുത്. ദെൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഫിസിക്കൽ സ്റ്റാറ്റസ് എന്നുള്ളത്. അതായത് നമ്മൾ വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആണോ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഭിന്നശേഷിക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ നമുക്ക് ഫീസ് 750 ആണ് വരുന്നത്. മറ്റുള്ളവർക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 1000 രൂപയാണ്. സോ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചു കൊടുക്കുക, തെറ്റി കൊടുക്കരുത്. റോങ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസും എന്ത് ചെയ്യരുത്, ആപ്ലിക്കേഷനിൽ കൊടുക്കരുത് കേട്ടോ. ദെൻ അഡ്രസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മളുടെ ഫോൺ നമ്പേഴ്സ്, മെയിൽ ID, ഓക്കെ. അതേപോലെ തന്നെ ID പ്രൂഫ് കെപ്റ്റ് ബൈ ദി എക്സാമിനേഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഏതാണോ ID പ്രൂഫ് ഉദ്ദേശിക്കുന്നത്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയി ID ഉണ്ടല്ലോ, ഇഷ്യൂഡ് ബൈ ദി കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, ആ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നിട്ടുള്ള കൺസേൺ ID അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടെ അവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ID പ്രൂഫിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ ID പ്രൂഫിന്റെ നമ്പറാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ SSLC ഇക്വാലൻസ് സ്കീം നമ്മുടെ
ഓക്കെ, ഇക്വാലൻസ് സ്കീം, ഫസ്റ്റ് അപ്പിയറൻസ് രജിസ്റ്റർ നമ്മുടെ SSLCയുടെ ഡീറ്റെയിൽസ് ആണ് അടിച്ചു കൊടുക്കാൻ വരുന്നത്. ദെൻ അതിനുശേഷം ബ്രൗസ് എന്ന് കൊടുത്തിട്ട് 150x200 പിക്സൽ അല്ലെങ്കിൽ 20 to 30 KB ഉള്ള നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പേരും സ്ഥലവും വേണ്ട, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, അത്തരത്തിലുള്ളൊരു ഫോട്ടോ നമ്മളവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ നമ്മളെ നോട്ടിഫിക്കേഷൻ 32ാമത്തെ പേജിൽ ഐഡന്റിഫിക്കേഷൻ, നമ്മൾ ആദ്യം തന്നെ ഞാനത് പറഞ്ഞു അല്ലെ, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂൾ മേധാവിയുടെ ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ HMന്റെ കയ്യിന്നോ, അതല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ മാനേജറിന്റെ കയ്യിന്നോ അങ്ങനെ വാങ്ങേണ്ട ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ്, അതിൽ അവരിട്ടിരിക്കുന്ന നമ്പർ, അതിന്റെ ഡേറ്റ്, ദെൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ, നിങ്ങൾ സർവീസ് ബുക്കിൽ ഉണ്ടാവും നമ്മുടെ അപ്പോയിന്റ്മെന്റ് നമ്പർ. ഓക്കെ, ആ അപ്പോയിന്റ്മെന്റ് നമ്പർ, അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് സേവ് എന്ന് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് വരിക. അതിനുശേഷം നമ്മളിത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും, ഒന്നുകൂടെ ചോദിക്കും, ഇതൊക്കെ തന്നെയല്ലേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഒന്നുകൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു പ്രിവ്യൂ കാണിച്ചു തരും. ആ പ്രിവ്യൂ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിർബന്ധമായും അത് മുഴുവനായും, ഇല്ലല്ലോ ഞാൻ എല്ലാം നോക്കിയിട്ടാണ് കൊടുത്തു എന്നുള്ളതല്ല, സ്പേസുകൾ, പേരിന്റെ കാര്യങ്ങൾ, രജിസ്റ്റർ നമ്പർ, കാസ്റ്റ്, അതെ, കാരണം കാസ്റ്റ് OBC ആണ് എന്നുള്ളവരുണ്ടെങ്കിൽ നിർബന്ധമായും OBC ആണ് എന്നുള്ളത് കൊടുക്കണം. കാരണം OBC ഉള്ളവർക്ക് 82 മാർക്കും ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 90 മാർക്കും ആണ് സ്കോർ ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, SC ST അതേപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ബാക്കി എല്ലാവർക്കും 1000 രൂപയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റൂ. ഇപ്പൊ അപേക്ഷ സമയത്ത് OBC ആണ് എന്നുള്ളത് കൊടുക്കാതെ വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അത് 90 മാർക്കിന് മുകളിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആവുള്ളൂ. സോ അതെല്ലാം അപേക്ഷ സമയത്ത് കൃത്യമായി പ്രിവ്യൂ വായിച്ചു നോക്കിയ ശേഷം മാത്രം കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അതിനുശേഷം നിങ്ങളുടെ പേയ്മെന്റ്, ഓക്കെ, ഈ പേയ്മെന്റ് SBI പേയ്മെന്റ് വഴി എന്ത് ചെയ്യുക, പേയ്മെന്റ് അടയ്ക്കുക, അത് കൺഫേം ആയില്ലേ എന്ന് നോക്കുക. എന്നിട്ട് ഇതിന്റെ പ്രിവ്യൂ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ID-യും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരും. സോ അപ്പൊ വേണം. അതിനുശേഷം അതേപോലെ തന്നെ ഈ ഹാൾ ടിക്കറ്റിന്റെ വരുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾക്ക് ആപ്ലിക്കേഷൻ ID-യും ആപ്ലിക്കേഷൻ നമ്പറും എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ നിൽക്കുന്ന ആ ഒരു കോളം. ഓക്കെ, ആ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്കൂൾ മേധാവിയുടെ കയ്യിൽ നിന്നോ ഹെഡ് മാസ്റ്ററിന്റെ കയ്യിൽ നിന്നോ മാനേജറിന്റെ കയ്യിൽ നിന്നോ സീൽ ചെയ്ത് സൈൻ ചെയ്ത് മേടിച്ചത് നിർബന്ധമായും എടുത്തു വെച്ചിരിക്കണം. കാരണം അത് നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ വേരിഫിക്കേഷൻ സമയത്ത് നമ്മൾ അത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊന്നും മറന്നു പോവരുത്. കൃത്യമായി തന്നെ അപ്ലൈ ചെയ്യുക, തെറ്റുകൂടാതെ അപ്ലൈ ചെയ്യുക. ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീ എഡിറ്റിംഗ് ഓപ്ഷൻ വരില്ല. ഈ അവസരം പോയാൽ അടുത്ത കേഡറ്റ് സെപ്റ്റംബറിലെ നമുക്ക് കിട്ടും. അത് ജനറൽ കേഡറ്റ് പരീക്ഷയായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം അപേക്ഷ അയക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കും. എയിം സ്റ്റഡി സെന്റർ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ സ്പെഷ്യൽ കേഡറ്റിന് വേണ്ടിയുള്ള പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് ആരംഭിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലൂടെ നൽകുന്നുണ്ട്. ചാനലിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്തിടുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.